നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ AI വിഭാഗങ്ങൾ ഏറ്റുമുട്ടി. KPCC നിർവാഹക സമിതി അംഗം CP മാത്യുവിന്റെ കാർ എറിഞ്ഞു തകർത്തു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പോലീസുകാരനും പരിക്കേറ്റു. CPM തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. തൊടുപുഴ വീക്ഷണം ജംഗ്ഷനിൽ കള്ളുഷാപ്പിന് ലൈസൻസ് നൽകിയ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സമീപവാസികൾ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂരിൽ കേരള കോൺഗ്രസ് M മണ്ഡലം കമ്മിറ്റിയുടെ സ്വന്തം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മണ്ഡലം കൺവെൻഷൻ നടത്തി. കേരള കോൺഗ്രസ് M മുട്ടം മണ്ഡലം കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ മെമ്പർഷിപ്പ് വിതരണത്തിനിടെ സംഘർഷം. AI വിഭാഗങ്ങൾ 1 മണിക്കൂറിനിടെ പലതവണ ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള സംഘർഷം തെരുവിലേക്കും നീണ്ടു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും സംഘർഷം തടയാൻ ശ്രമിച്ച ഒരു പോലീസുകാരനും പരിക്കേറ്റു. A വിഭാഗക്കാരനായ മുഹമ്മദ് അജ്മലിനാണ് പരിക്കേറ്റത്. സംഘർഷം ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. രാഹുൽ ഗാന്ധി അയച്ച നിരീക്ഷകനായ സോണൽ റിട്ടേണിംഗ് ഓഫീസർ ജയപാലിന്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തകരുടെ തെരുവ് യുദ്ധം അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ തൊടുപുഴയിൽ KPCC നിർവാഹക സമിതി അംഗത്തിന്റെ കാർ എറിഞ്ഞു തകർത്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കളരിക്കൽ ലോഡ്ജിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന KPCC നിർവാഹക സമിതി അംഗം CP മാത്യുവിന്റെ ഇന്നോവ കാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കാറിന്റെ ചില്ലുകൾ തകർന്നു. കാർ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കുടിവെള്ള പദ്ധതി കമ്മിറ്റിയിൽ അതിക്രമിച്ചു കയറി കമ്മിറ്റി സെക്രട്ടറി മർച്ചന്റ് അസോസിയേഷൻ പെരുമ്പള്ളിച്ചിറ യൂണിറ്റ് പ്രസിഡന്റുമായ ബെന്നി മാടവനെ ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെരുമ്പള്ളിച്ചിറയിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. മൃഗീയത പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ കടന്നാക്രമിക്കപ്പെട്ട ഒരു സംഭവം, ആ സംഭവത്തിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ഒരു കടമയായി കണക്കാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. ഈ യോഗത്തിൽ ഇതിലെ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള അംഗം ഏകോപന സമിതി ബ്ലോക്ക് പ്രസിഡന്റ് MP ചാക്കോ, പ്രൊഫസർ KI ആന്റണി, ബഷീർ തുറയിൽ, സെബാസ്റ്റ്യൻ മുണ്ടയ്ക്കമറ്റം, തങ്കച്ചൻ കോട്ടയ്ക്കകം, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആമിന സണ്ണി, ജോസ് വഴുതനപ്പള്ളി, തോമസ് വള്ളിക്കാട്ട്, ശ്രീനിവാസ കൈമൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. CPM തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. കൊടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയും നാളികേര വികസന ബോർഡും സംയുക്തമായി തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം എന്ന പേരിൽ തെങ്ങ് കയറ്റ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു.
കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. റോഷി അഗസ്റ്റിൻ MLA തെങ്ങുകയറ്റ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുമ്പോൾ അതിനാവശ്യമായ പരിശീലനവും അതിനാവശ്യമായ അവയർനെസ്സും നൽകാൻ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത്തരം കാര്യങ്ങളിൽ സജീവമായ സാന്നിധ്യം കൊടയത്തൂർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പുലർത്തി വരുന്നു. ഇന്ന് നാളികേര വികസന ബോർഡുമായി സഹകരിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. 100 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ട്രെയിനിങ് നൽകുന്നത്. 6 ദിവസത്തെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം വളരെ ഭംഗിയായി അതിൽ നല്ല പാർട്ടിസിപ്പേഷൻ, നല്ല പങ്കാളിത്തം ഉറപ്പുവരുത്തി കഴിയുന്നത്ര. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ വിജയൻ, KDS പ്രസിഡന്റ് ഡോക്ടർ തോംസൺ ജോസഫ്, ഫാദർ മാത്യു വെട്ടുകല്ലൽ, MB മനോജ്, MB ഹരിബാബു, MS ജേക്കബ്, TC പരമേശ്വരൻ, ജോസ് അരിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി തെങ്ങുകയറ്റ യന്ത്രവും 6 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സ്റ്റൈഫൻഡായി 900 രൂപ വീതവും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടാതെ മെഡിക്കൽ ബോർഡ്, നാളികേര വികസന ബോർഡ്, കൃഷി വകുപ്പ്, കാർഷിക കോളേജ് എന്നിവിടങ്ങളിലെ വിദഗ്ധർ ക്ലാസ് എടുക്കും. തൊടുപുഴ വീക്ഷണം ജംഗ്ഷനിൽ കള്ളുഷാപ്പ് ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. നിർദ്ദിഷ്ട ഷാപ്പ് കെട്ടിടത്തിനു മുന്നിൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വാർഡ് കൌൺസിലർ നെജി ഷാഹുൽ, സമരസമിതി ചെയർമാൻ PE ഷാഹുൽ ഹമീദ്, നേതാജി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് K മത്തായി, സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മാധവൻ നായർ, ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് വാരികാട്ട്, ഡയറ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AJ വിൽസൺ, സമരസമിതി കൺവീനർ KP ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴ വീക്ഷണം ജംഗ്ഷനിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് നിഷാദ് കുളത്തുങ്കൽ, AM നജീബ്, KA അൻഷാദ്, അജ്നാസ്, അൻവർ മുട്ടം, നിസാമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് FSCTO നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജീവനക്കാരും അധ്യാപകരും സായാഹ്ന ധർണ നടത്തി. NGO യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഇസ്രായേലിന് അമേരിക്കയുടെ വലിയ പിന്തുണയുമുണ്ട്. ഇസ്രായേലിനെ പോലുള്ള ഒരു ചെറിയ രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളെ പോലും ലംഘിച്ചുകൊണ്ട് ലോകത്താകെ സമാധാനകാംക്ഷികളെ അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കരുണാക്രമണം നടത്തണമെങ്കിൽ തീർച്ചയായും G പ്രസാദ് അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MN പുഷ്പലത, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി MN ശിവനുണ്ണി, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ബാബു പള്ളിപ്പാട്ട എന്നിവർ പ്രസംഗിച്ചു. AN ചന്ദ്രബാബു സ്വാഗതവും CB ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ തൊടുപുഴ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരുടെ ആവശ്യമായിരുന്നു. മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും എല്ലാം അതിൽ പ്രത്യേകമായ താല്പര്യമെടുത്തു. 15% മുതൽ 40% വരെ വിലക്കുറവിന് മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ വിൽക്കുന്നു എന്നാണ് കൺസ്യൂമർ ഫെഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനം അടുത്ത കാലത്തായി വളരെ കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വാർഡ് കൌൺസിലർ നെജി ഷാഹുൽ ഹമീദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഡോക്ടർ റെജി ജോസ്, PP ജോയി, രാജൻ താഴെത്തൊട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. 10 മുതൽ 15% വരെ വിലക്കുറവിലാണ് നീതി മെഡിക്കൽ സ്റ്റോർ മരുന്നുകൾ വിൽക്കുന്നത്. കേരള കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിക്ക് സ്വന്തമായി ഓഫീസ് തുറന്നു.
കരിമണ്ണൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് ജെ മെഡിക്കൽസിന്റെ മുകൾ നിലയിലാണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ പ്രൊഫസർ കെ എ ആന്റണി, പ്രൊഫസർ എം ജെ ജേക്കബ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പോൾ കുഴിപ്പിളിൽ എന്നിവരുൾപ്പെടെയുള്ള നിരവധി കേരള കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം കരിമണ്ണൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. സംസ്ഥാന സെക്രട്ടറി കെ എ ആന്റണി കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും നമ്മുടെ ഒരു സ്വാധീനം ഭരണത്തിലുണ്ട്. നമ്മൾ ആ ഭരണമുന്നണിയിലാണ് കേന്ദ്രത്തിലും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ, കേരള കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാൻ നമ്മുടെ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ? എത്രമാത്രം കഴിയുന്നുണ്ട്? നമ്മുടെ പോരായ്മകൾ എന്തെല്ലാമാണ്? നമ്മുടെ പോരായ്മകൾ നമ്മൾ തന്നെ പരിഹരിക്കണം. മറ്റാരും നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുകയില്ല. സംസ്ഥാന സെക്രട്ടറിമാരായ പ്രൊഫസർ എം ജെ ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പോൾ കുഴിപ്പിള്ളി, ജോർജ് അഗസ്റ്റിൻ, എൻ എ ജെയിംസ്, പി സി ജോസ് മാത്യു, സാംസൺ അക്കക്കാട്ട്, ജെയ്സൺ ചെമ്പോട്ടിക്കൽ, ബൈജു വറവുങ്കൽ, ജോളി കൊല്ലിയിൽ എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് മുട്ടം മണ്ഡലം കൺവെൻഷൻ നടന്നു. യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക, അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് യാതൊരു കാരണവശാലും അവരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കോ ഇനി നല്ലതാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും വിട്ടുകൊടുക്കാതെ അവരെ പഠിപ്പിക്കുക, അവരെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിനായിട്ട് മാതാപിതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കുവാനായിട്ട് യുവജന വിഭാഗത്തെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ നടന്നത്. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോണിച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ ടി ആഗസ്റ്റിൻ, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് മുന്നനാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ആഗസ്റ്റിൻ, യൂത്ത് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി ടി എച്ച് ഈസ, മധു നമ്പൂതിരി, പൗലോസ് ജോർജ്, സി കെ മനോജ്, ബിജു വടക്കേടം, ബെന്നി പ്ലാക്കൂട്ടം, ജോസഫ് പഴയിടം, സി എച്ച് ഇബ്രാഹിംകുട്ടി എന്നിവർ പ്രസംഗിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ മാത്രം പുറകോട്ട് നിന്നുകൊണ്ട് ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഭരണരംഗങ്ങളിലും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലും വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ KMSSന് സാധിച്ചു എന്നുള്ളതുകൊണ്ട് അത് KMSSന്റെ ശക്തിയും നമ്മുടെ പ്രവർത്തകരുടെ ഊർജവും ആണ് എന്ന് ഈ അവസരം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അത്തരത്തിലുള്ള തീരുമാനവും നിലപാടും എടുക്കാൻ സാധിച്ചത് ഈ സമുദായങ്ങളുടെ അതിശക്തമായ പിന്തുണ കൊണ്ട് മാത്രമാണ്. ജില്ലാ പ്രസിഡന്റ് കെ ടി രഘു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എ കെ ശശീന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി, ടി എ ബാബു, അജിത മധു, ബിന്ദു ശശി, കെ കെ ചെല്ലപ്പൻ, എ ജി ഉണ്ണികൃഷ്ണൻ, ബി കെ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കെ ആർ അശ്വതി, ആർ അനന്തകൃഷ്ണൻ എന്നിവർക്ക് നൽകി. ജില്ലാ പ്രസിഡന്റായി എ കെ ശശീന്ദ്രനെയും സെക്രട്ടറിയായി ജയൻ ചാത്തൻമലയും തെരഞ്ഞെടുത്തു. ഡെങ്കിപ്പനി ബാധിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ സഹായം കൈമാറി. തൊടുപുഴ നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ടി ജി ജോസഫ് ചെക്ക് കൈമാറി. മുതലക്കോടം മുട്ടുചിറയിൽ ജെയിംസ് ജെസി ദമ്പതികളുടെ മകൾക്കാണ് ചികിത്സാ സഹായം ലഭിച്ചത്. പഠിക്കുന്ന സമയത്ത് ഡെങ്കിപ്പനി പിടിച്ച് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ വന്ന് മുതലക്കോടം ഹോളി ഫാമിലിയിൽ 15 ദിവസം ഡോക്ടർ EB ജോർജിൻ്റെ മേൽനോട്ടത്തിൽ ചികിത്സ നടത്തി. ആ സമയത്ത് വയറ്റിൽ ട്യൂമർ കണ്ടെത്തി. ചടങ്ങിൽ തഹസീൽദാർ ജോയി കുര്യാക്കോസ്, ഡെപ്യൂട്ടി തഹസീൽദാർ VE അബ്ബാസ്, വിജയരാജൻ, കൌൺസിലർമാരായ ജോർജ് ദാനിക്കൽ, ഷാജു പോൾ, ഷീജ ജയൻ, നീത അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടയത്തൂർ മുസ്ലിം പള്ളിയിൽ അലഞ്ഞുതിരിഞ്ഞെത്തിയ ഒരു കൂട്ടം പോത്തുകൾ നാശം വിതച്ചതും നിസ്കാരത്തിനെത്തിയ വിശ്വാസികളെ തുരത്തിയതായും പരാതി. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പള്ളി പരിസരത്തെത്തിയ 20ഓളം വരുന്ന പോത്തുകളാണ് പള്ളിപ്പറമ്പിൽ നാശം വരുത്തിക്കൊണ്ട് കൊച്ചുകുട്ടികൾ അടക്കമുള്ളവരെ തുരത്തിയത്. പലർക്കും വീണു പരിക്കേറ്റു. ഇന്നലെ സന്ധ്യാപ്രാർത്ഥനയ്ക്കായി നിരവധി വിശ്വാസികൾ പള്ളിയിലേക്ക് വരുമ്പോൾ
വിശ്വാസികളെ വിരട്ടി ഓടിക്കുന്ന രീതിയിൽ 20ഓളം വരുന്ന പോത്തുകൾ പള്ളി പറമ്പിലേക്ക് കയറുകയും വിശ്വാസികളെ വിരട്ടി ഓടിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളടക്കമുള്ള കുട്ടികൾ പോയി ഓടയിൽ വീഴുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം 20ഓളം വരുന്ന പോത്തുകൾ വന്ന പള്ളിപ്പറമ്പിലെ മുഴുവൻ കൃഷികളും നശിപ്പിക്കുകയും വാഴ, തേക്ക്, മാഞ്ചിയം, മഹാഗണി, തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുകയും പള്ളിക്ക് നിരവധി നഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ AI വിഭാഗങ്ങൾ ഏറ്റുമുട്ടി. KPCC നിർവാഹക സമിതി അംഗം CP മാത്യുവിന്റെ കാർ എറിഞ്ഞു തകർത്തു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പോലീസുകാരനും പരിക്കേറ്റു. CPM തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. തൊടുപുഴ വീക്ഷണം ജംഗ്ഷനിൽ കള്ളുഷാപ്പിന് ലൈസൻസ് നൽകിയ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സമീപവാസികൾ റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു. കരുമണ്ണൂരിൽ കേരള കോൺഗ്രസ് M മണ്ഡലം കമ്മിറ്റിയുടെ സ്വന്തം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മണ്ഡലം കൺവെൻഷൻ നടത്തി. കേരള കോൺഗ്രസ് M മുട്ടം മണ്ഡലം കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.